നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. HSST കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, എക്സാം കലണ്ടറൊക്കെ ഒരു ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്ത പ്രകാരം ഓഗസ്റ്റ് മാസമായിരിക്കും നമ്മളുടെ HSST കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ എന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ആ ഒരു കലണ്ടർ പ്രകാരമുള്ള എക്സാം നടക്കുന്ന മുറയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം തന്നെ ആയിരിക്കും മിക്കവാറും ഇതിന്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും, സെൽഫ് സ്റ്റഡി ഉള്ളവരുണ്ടാവും, കുറേ പേരുണ്ടാവും. നമ്മൾ കൊല്ലം ടെക് ഹബിൽ, നമ്മുടെ ഓഫ്ലൈൻ സെന്റർ ആയിട്ടുള്ള കൊല്ലം ടെക് ഹബിൽ പുതുതായിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി HSST കമ്പ്യൂട്ടർ സയൻസിന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഏകദേശം അതിന്റെ പോർഷൻസ് എല്ലാം കവറായി. ഇനി കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് പെൻഡിങ് ഉള്ളൂ. ഏകദേശം ഈ മാസത്തോടുകൂടി അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തോടുകൂടി അതിന്റെ പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യുകയാണ്. നമ്മൾ അതിന്റെ അഡ്മിഷൻസ് കുറച്ച് നാളായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പുതിയൊരു ബാച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പം ഓൾറെഡി ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവാം, ഒന്നുകിൽ നമ്മുടേതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാവാം. നിങ്ങൾക്ക് ഒരു OMR എക്സാം എഴുതാനും ഒരു റിവിഷൻ സീരീസും ഓഫ്ലൈനായിട്ട് വന്നിരുന്ന് പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മാർച്ച് മാസം സെക്കൻഡ് വീക്ക് മുതൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരിക്കലും അതിനകത്ത് ആദ്യം പോലെ നമ്മൾ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്ലാസ്സുകളുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സിൽ വരാം. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളൊരു പോർഷൻസ് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് സെക്കൻഡ് വീക്കോടുകൂടിയാണ് നമ്മളത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കൃത്യമായിട്ട് നമ്മൾ ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്യും. ഓരോ ടോപ്പിക്ക് സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്ക് വൈസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലെ ഇത്ര പോർഷൻസ് എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ടാസ്ക് പോലെ, ഒരു വർക്ക് പോലെ നമുക്ക് തരും. നിങ്ങൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ സെക്കൻഡ് സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിംഗ് ഹോളിഡേയ്സിൽ മാത്രമേ കാണത്തുള്ളൂ. സോ നമുക്ക് സൺഡേ ആണ് ക്ലാസ് ഉള്ളതെങ്കിൽ, നിങ്ങൾ ആ ഒരു ആഴ്ച മുന്നേ പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് വന്നിട്ട് അതിന്റെ മാക്സിമം MCQs ചെയ്ത് നോക്കുക. മാക്സിമം MCQs വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം മുതൽ പഠിപ്പിക്കുകയല്ല, വീണ്ടും ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശത്തോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഴ്സ് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫ്ലൈൻ എക്സാം അല്ലെങ്കിൽ ഒരു OMR എക്സാം ഒക്കെ എഴുതി പരിശീലിക്കണം, അതാണ് നിങ്ങൾക്കൊരു മിസ്സിംഗ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീസ് മാത്രമേ ഈ കോഴ്സിന് ഉണ്ടാവത്തുള്ളൂ. സോ നിങ്ങൾക്ക് വന്ന് OMR എക്സാമുകളും അതുപോലെ തന്നെ നമ്മുടെ MCQ ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറൻസുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതിനൊരു 15 ക്ലാസ് ആണ് ഉള്ളതെങ്കിൽ, നിങ്ങളൊരു 8 ക്ലാസ് ഫസ്റ്റ് ദിവസം പഠിച്ചിട്ട് വരണം. ഫസ്റ്റ് ദിവസം മീൻസ് നമ്മൾ ഒരാഴ്ച മുന്നേ ആയിരിക്കും ഈ ഷെഡ്യൂൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ട് വരിക. വന്നിട്ട് നമ്മളൊരു OMR എക്സാം എഴുതും. മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു MCQ ഡിസ്കഷനും ഡൗട്ട് ക്ലിയറൻസും ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ ഓഗസ്റ്റ് മാസം വരെ ക്ലാസ്സുകൾ പോകുന്നത്. എക്സാമിന് ഒരാഴ്ച മുന്നേ വരെ നമ്മൾ ക്ലാസ് നടത്താനാണ് നമ്മുടെ പ്ലാൻ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ OMR എക്സാം എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും. 1-2 സബ്ജക്റ്റുകൾ കഴിയുമ്പോഴത്തേക്ക് 2-3 സബ്ജക്റ്റുകൾ ചേർന്നുള്ള എക്സാമുകൾ ഉണ്ടാവും. അവസാനം വരുമ്പോഴത്തേക്ക് 100 മാർക്കിന്റെ മോഡൽ എക്സാമുകൾ ഉണ്ടാവും. ആദ്യം തന്നെ 100 മാർക്ക് മോഡൽ എക്സാം ഉണ്ടാവത്തില്ല. സബ്ജക്റ്റ് കഴിയുന്ന മുറയ്ക്ക് ഇപ്പോൾ 2 സബ്ജക്റ്റ് കഴിഞ്ഞു, ഇപ്പോൾ OS കഴിഞ്ഞു, DBMS കഴിഞ്ഞെങ്കിൽ OSഉം DBMSഉം ചേർത്തൊരു മോഡൽ എക്സാം ഉണ്ടാവും. നിങ്ങളെ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതേ ഫെസിലിറ്റി തന്നെ നമ്മുടെ ഓൺലൈനിലും ക്ലാസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, വിന്നേഴ്സ് എജു പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഡെമോ സെഷൻസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. നമ്മളെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ആർക്കെങ്കിലും ഇതുപോലെ ഓഫ്ലൈനിൽ OMR എക്സാം ഒക്കെ എഴുതി എക്സാം ഒരു ക്ലാസ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കണം, കുറച്ച് മത്സരങ്ങളൊക്കെ കണ്ട് എങ്ങനെയാണ് എല്ലാവരുടെ മാർക്ക് എന്നൊക്കെ അറിഞ്ഞ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ കാണൂ. ഓൾറെഡി നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഈ ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരോടൊപ്പമായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യം വരുന്നവർക്ക് ആദ്യം സീറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും ഈ കോഴ്സ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.